നമസ്കാരം. ആചാര്യ വിഷ്വൽ മീഡിയയുടെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സുസ്വാഗതം. ജ്യോതിഷ സംബന്ധമായ കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഈ ചാനലിലൂടെ പ്രതിപാദിച്ചു പോകുന്നത്. ഇന്ന് ഈ ചാനലിൽ നമ്മൾ പ്രോഗ്രാം ചെയ്യുന്നത് പുതുവർഷത്തെക്കുറിച്ച് പറയാനാണ്. പുതുവർഷം എന്ന് പറയുമ്പോൾ ചിങ്ങമാസം 1-ാം തീയതി തൊട്ട് പുതുവർഷം നമ്മൾ 3 രീതിയിൽ പുതുവർഷം മലയാളികൾ നോക്കാറുണ്ട്. പ്രധാനമായിട്ട് ജനുവരി മാസം 1-ാം തീയതി തൊട്ട് പുതുവർഷമായിട്ട് ആചരിക്കും, ന്യൂ ഇയർ ആയിട്ട്. അതുപോലെ ജ്യോതിഷ മാസം ആരംഭിക്കുന്നത് മേടമാസം 1-ാം തീയതി തൊട്ടാണ്, വിഷു തൊട്ട്. പക്ഷെ മലയാളികളുടെ പുതുവർഷം എന്ന് പറയുന്നത് ചിങ്ങമാസം 1-ാം തീയതി തൊട്ടാണ്. 1201-ാം ആണ്ട് ചിങ്ങമാസം 1-ാം തീയതി തൊട്ട് ഒരു വർഷത്തെ ഫലത്തെയാണ് ചിന്തിക്കുന്നത്. അതായത് 2025 ഓഗസ്റ്റ് മാസം 17-ാം തീയതി തൊട്ട് പുതുവർഷം ആരംഭിക്കും. ഒരു വർഷക്കാലമാണ് സമയം. ഈ ഒരു വർഷക്കാലം ഓരോ രാശിക്കാർക്ക് എങ്ങനെയാണ്, ഓരോ രാശിക്കാരുടെ ഫലം എങ്ങനെയാണ് എന്ന് നമ്മൾ പരിശോധിക്കുകയാണ്. ഇന്ന് മകരം രാശിക്കാരുടെ ഫലത്തെക്കുറിച്ച് ചിന്തിക്കാം. ഉത്രാട നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 45 നാഴിക, തിരുവോണം, അവിട്ട നക്ഷത്രത്തിൻ്റെ പകുതി ഭാഗവും അടങ്ങുന്ന രാശി 2.25 നക്ഷത്രമാണ് ശരിക്കും മകരം രാശി. മകരം രാശിക്കാർക്ക് പല തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും ഈ ഒരു പുതുവർഷം. നമ്മൾ ശ്രദ്ധിക്കണം. ബുദ്ധിമുട്ട് എന്ന് പറയുമ്പോൾ ഏഴര ശനി ഉണ്ടായിരുന്നു, ഏഴര ശനി മാറി. പക്ഷേ ഇപ്പോൾ വ്യാഴം 6-ൽ സഞ്ചരിച്ചുകൊണ്ട് നിൽക്കുന്ന കാലഘട്ടമാണ്. 6-ാം ഭാവത്തിലേക്ക് വ്യാഴം, ശത്രുസ്ഥാനത്ത് വ്യാഴം നിൽക്കുകയാണ്. അപ്പോൾ ശത്രുക്കളുടെ എണ്ണം കൂടും, ശത്രുഭയം വർദ്ധിക്കും. ധനകാരകനാണ് വ്യാഴം. അപ്പോൾ സാമ്പത്തികമായി ഞെരുങ്ങും. അപ്പോൾ കാര്യതടസ്സം, സാമ്പത്തിക നഷ്ടം, ശത്രുഭയം കൂടും. അപ്പോൾ ഒരു കാരണവുമില്ലാതെ 5 ദിവസം സഹകരിച്ച് നിൽക്കുന്നവർ വരെ 6-ൻ്റെ അന്ന് ശത്രുവായി മാറും. അപ്പോൾ വീട്ടിനകത്ത് തന്നെ ഐക്യക്കുറവ് വരും, പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളുണ്ടാവും. അപ്പം നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി കൊണ്ടുപോകണം. ഇപ്പം ശനിയൊക്കെ നമുക്ക് സപ്പോർട്ടായിട്ട് മാറി നിൽക്കുകയാണ്. അതുകൊണ്ട് ഈ സമയത്ത് നമുക്കിതിനെ പരിഹരിച്ച് കൊണ്ടുപോകണം. പരിഹരിച്ചില്ലെങ്കിലാണ് ഇതെന്തിനാണ് അറിയണത്, അഡ്വാൻസായിട്ട് നിങ്ങളെ അറിയിക്കണം. എന്തിനാണ്? ഈ രാശിയിലുള്ളവർക്ക് ഇങ്ങനത്തെ അവസ്ഥകൾ വരാം, ഇതിനെ നമുക്ക് അതിജീവിക്കണം. ഒരു അസുഖം വരുമ്പോൾ അഡ്വാൻസായിട്ട് മരുന്ന് കഴിക്കുന്നത് പോലെ ഇതിന് പ്രതിവിധി ചെയ്ത് ഇതിൽ നിന്ന് അതിജീവിച്ച് പോകാം. അപ്പോൾ വ്യാഴനെ തന്നെ പ്രീതിപ്പെടുത്തണം, വിഷ്ണുവിനെ തന്നെ ഭജിക്കണം, വിഷ്ണു ക്ഷേത്ര ദർശനം ചെയ്യണം. അപ്പോൾ ഇതിനെ പ്രൊട്ടക്ഷനായിട്ട് മഹാവിഷ്ണുവിൻ്റെ യന്ത്രമായ മഹാസുദർശന ചക്രം ഒരു വർഷത്തേക്ക് കെട്ടി ധരിച്ചുകൊള്ളുക. ഒരു കവചം പോലെ നമ്മളെ സംരക്ഷിക്കും. അപ്പോൾ അതൊരു സംരക്ഷണമായിട്ട് ചെയ്ത് ഇട്ടുകൊള്ളുക. അതുപോലെ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും കൂടി അമർത്തുക. കാരണം നമുക്ക് 55,000 കൂടുതൽ ആൾക്കാരുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് ലൈവ് പ്രോഗ്രാം ചെയ്യുന്നുണ്ട്. ചില കാര്യങ്ങൾ വിളിച്ച് അപ്പോഴപ്പോഴേ തന്നെ നേരിട്ട് മനസ്സിലാക്കാൻ വേണ്ടി 1 മണിക്കൂറോളം ദൈർഘ്യമുള്ള ലൈവ് പ്രോഗ്രാം ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തന്നെ ബെൽ ബട്ടണും കൂടി അമർത്തിയാൽ മാത്രമേ ലൈവ് സമയം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ. അല്ലെങ്കിൽ നിങ്ങളത് അറിയില്ല, അത് കഴിഞ്ഞതിന് ശേഷമേ നിങ്ങൾ അറിയുള്ളൂ. അതുകൊണ്ടാണ് ആ നോട്ടിഫിക്കേഷൻ യഥാസമയത്ത് ലഭിക്കാൻ വേണ്ടിയിട്ടാണ് ബെൽ ബട്ടണും കൂടി അമർത്താൻ പറയണേ. അതുപോലെ ഇതുപോലെ ബുദ്ധിമുട്ടുകൾ ഉള്ളവർ, ആ ബുദ്ധിമുട്ട് നമുക്ക് മാറ്റിയെടുക്കാം, ഇതുപോലെ പ്രതിവിധി ചെയ്ത് മാറ്റിയെടുക്കാം. അത് അറിയണമെങ്കിൽ എന്ത് ചെയ്യണം? അവരറിഞ്ഞാലേ പറ്റുള്ളൂ. അല്ലെങ്കിൽ അവരെയും കൂടെ കഷ്ടതയിൽ പോവാതിരിക്കാൻ വേണ്ടി ഈ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ പലപ്പോഴും വിളിച്ച് കിട്ടുന്നില്ല എന്നൊക്കെ പരാതി പറയാറുണ്ട്. അതിന് പ്രധാന റീസൺ എന്ന് പറയുമ്പോൾ നമ്മൾ സമയപരിമിതി തന്നെയാണ്. ഫോണിലൊന്നും വിളിച്ച് സംസാരിക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ട്.
ഇപ്പോൾ ദുബായിൽ തന്നെ വിദേശ മലയാളികളുടെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് കരാമയിൽ പൂജാസ് ജുവലറി ട്രേഡിംഗ് LLC എന്ന് പറഞ്ഞ സ്ഥാപനമുണ്ട്. അവിടെ കൺസൾട്ടേഷൻ ഉണ്ട്, ലൈവ് കൺസൾട്ടേഷൻ ഉണ്ട്. അപ്പോൾ ഈ ഓരോ കാര്യങ്ങളും നിങ്ങളിലേക്ക് കൊണ്ടെത്തിക്കാൻ വേണ്ടിയിട്ടാണ് ലൈവ് പ്രോഗ്രാം ഈ മെസ്സേജ് നിങ്ങളെ അറിയുന്ന അഡ്വാൻസ് ആയിട്ട് ചെയ്യണത്. അപ്പോൾ എല്ലാവർക്കും ഈ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.